UDF വളരെ കരുതലോടും ഊർജ്ജസ്വലതയോടുമാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഓരോ ചുവടുവയ്പും വളരെ കൃത്യമായ അളന്നു കുറിച്ച് തന്നെയാണ്. കാര്യം മറ്റൊന്നുമല്ല, LDF നോക്കിയിരിക്കുന്നത് എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അതിൽ പിടിച്ചു കയറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ LDFിൻ്റെ വീഴ്ചകളിലാണ് ഇപ്പോൾ UDF നോട്ടമിട്ട് മുന്നോട്ട് പോകുന്നത്. LDFിലെ ഘടകകക്ഷികളൊക്കെ തന്നെ വളരെ അതൃപ്തരായിട്ടാണ് നിൽക്കുന്നത്. കാരണം CPMൻ്റെ സഖാക്കന്മാരുണ്ടാക്കി വച്ചിരിക്കുന്ന വിന പല വകുപ്പുകളുടെയും പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു. അത് ഭരണത്തിനും ആകെക്കൂടി മങ്ങലേറ്റിരിക്കുകയാണ്. മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള അവരുടെ തുടർ ഭരണത്തിന് ആകെക്കൂടി മങ്ങൽ സംഭവിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ ഇനി LDFിൽ തുടരുന്നത് ശാശ്വതമാണോ എന്നുള്ള കാര്യമാണ് എല്ലാ ഘടകകക്ഷികളും ആലോചിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒരു പ്രധാന ഘടകകക്ഷിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. അവർക്ക് നേരത്തെ തന്നെ ഈ ചിന്ത തുടങ്ങി. പക്ഷെ മറ്റ് ഘടകകക്ഷികൾ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുകയാണ്. കാരണം CPMൻ്റെ ഭരണത്തിലെ ഘടകകക്ഷികളോടൊരു ജനാധിപത്യ മര്യാദ പുലർത്താറില്ല. അത് ഉണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയല്ല. വകുപ്പുകളുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ വേണ്ട തരത്തിൽ നടക്കുന്നില്ല. കേരളത്തിൽ മുഖ്യമന്ത്രിയും മരുമകനൊരു മന്ത്രിയും മാത്രമേ ഉള്ളൂ എന്ന തരത്തിലാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഘടകകക്ഷികളിൽ അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി വിട്ടുപോകാൻ ഇടമില്ല എന്നുള്ളതാണ്. മറ്റു മുന്നണികളൊക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് 2021 പിണറായി വിജയൻ ജോസ് കെ മാണി വിഭാഗത്തെ LDFിലേക്ക് കൊണ്ടുവന്നത്? അത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് സമാഹരിക്കാം എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. അത്തരത്തിൽ വലിയ നേട്ടമുണ്ടാക്കി എന്ന് CPM കരുതുന്നുണ്ട്. പക്ഷേ CPMൻ്റെ ആ വാദത്തെ CPI നിശിതമായി വിമർശിക്കുകയാണ്. ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ട് വന്നതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. അവരുടെ നേതാക്കന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ, അണികൾ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ജോസ് കെ മാണി വിഭാഗം അതൃപ്തിയുടെ അങ്ങേയറ്റം നിൽക്കുകയാണ്. നിയമസഭ വിളിച്ചുകൂട്ടണം വന്യമൃഗ ശല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും തെരുവ് നായ്ക്കളെക്കുറിച്ച് ചർച്ച ചെയ്യാനും എന്നുള്ള കാര്യം പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള മറുപടിയും കിട്ടിയിട്ടില്ല. അത് ജോസ് കെ മാണി വിഭാഗത്തിന് അതൃപ്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കറിയാം ഇനി LDFിൽ തുടരുക അത്ര ഭംഗിയല്ല എന്നുള്ളത്. അവിടെ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ വിലപേശലൊന്നും തന്നെ നടക്കുന്നുമില്ല. ഈ ഘടകകക്ഷികളുടെ അതൃപ്തി മനസ്സിലാക്കിക്കൊണ്ടാണ് UDF നേരത്തെ തന്നെ UDF കൺവീനറായിട്ട് അടൂർ പ്രകാശ് വരുമ്പോൾ തന്നെ പറഞ്ഞു മുന്നണി വിപുലീകരണത്തെക്കുറിച്ച്. എല്ലാ മുന്നണികളിലെയും കൺവീനർമാർ വരുമ്പോൾ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് പറയാറുണ്ട്. LDFിൻ്റെ കൺവീനർ TP രാമകൃഷ്ണൻ വന്ന ഉടൻ പറഞ്ഞു ലീഗിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു, അവരെ ജമായത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി എന്നിവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഒഴിവാക്കി വരിക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാ കാലത്തും കോടിയേരി ഉണ്ടായിരുന്ന സമയത്ത് കോടിയേരി ഇതുപോലെ ലീഗിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അതൃപ്തരായിട്ട് നിൽക്കുന്നവരെ മുഴുവൻ കൂടെ കൂട്ടാനായിട്ട് കുഞ്ഞാലിക്കുട്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് തയ്യാറെടുത്ത് നിൽക്കുന്നു. അതിൽ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതും. അതിൻ്റെ പിന്നാമ്പുറ ചർച്ചകളും ഒക്കെ എല്ലായിടത്തും ഗൗരവമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം CPIയെ മാറ്റി നിർത്തുക. ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതിനുള്ള പ്രധാന ചർച്ചയാണ് കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് നടക്കുന്നത്. ജോസ് കെ മാണിക്ക് വളരെ സേഫായിട്ടുള്ള ഒരിടം നൽകുക. ജോസ് കെ മാണി വിഭാഗം ഇതിനിടയ്ക്ക് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി
ജോസഫ് വിഭാഗത്തിലെ പുതിയ അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോസഫ് അമരത്തേക്ക് വന്നിരിക്കുകയാണ്. പാർട്ടി ചെയർമാൻ സ്ഥാനം പി ജെ ജോസഫ് കൈമാറിയിട്ടില്ല. അബു ജോസഫ് പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇങ്ങോട്ട് വന്നതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല എന്ന്. കാരണം മാണി വിഭാഗം വരുമ്പോൾ അവർക്ക് ഇടിവ് സംഭവിക്കും. ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് ജോസഫ് പറഞ്ഞത് തന്നെ എന്താണ്? എല്ലാ കേരള കോൺഗ്രസും കൂടി ഒരു കുടക്കീഴിൽ വരണം എന്നാണ് പറഞ്ഞത്, ലയിക്കണം എന്ന്. ലയനമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പിളർപ്പും ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ലയിക്കാൻ പോകുമ്പോൾ വേറൊന്നുകൂടെ പിളരുകയും ചെയ്യും. അതാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരുന്നതിൽ ജോസഫ് വിഭാഗത്തിലെ ജോസഫിൻ്റെ മകന് അത്ര യോജിപ്പുള്ള കാര്യമല്ല. കാരണം അവരുടെ സ്ഥാനം പോകുമോ എന്നുള്ളതാണ് ഉണ്ടാകുന്ന ചിന്ത. അപ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. പിന്നെ അതുകൂടാതെ ഘടകകക്ഷികളിൽ മറ്റുള്ള ഈ ചില ഒറ്റയാൾ പട്ടാളങ്ങളായിട്ട് നിൽക്കുന്നവരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ മുന്നണിയെ വേണ്ട തരത്തിൽ വിപുലീകരിക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ മന്ത്രിസ്ഥാനം. ലീഗ് ചിലപ്പോൾ അവരുടെ സീറ്റുകൾ പോലും കൊടുക്കാൻ തയ്യാറാകും. ലീഗ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം ആ വിട്ടുവീഴ്ച ഉണ്ടായെങ്കിൽ മാത്രമേ 2026 ഭരണം പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അതല്ല, ഇത് ഞാണിന്മേൽ കളിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് UDF. ഇതുകൂടെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് കാത്തിരിക്കേണ്ട. കാരണം UDF തീരും, കോൺഗ്രസ് തീരും, ചെറു ഘടകകക്ഷികളൊക്കെ പോയി NDAയിൽ ചേരും. ലീഗ് പിന്നെ എന്താണ് വേണ്ടതെന്നുള്ളതും തീർച്ചപ്പെടുത്തേണ്ടി വരും. ഇതൊരൊറ്റ അവസാന രംഗമാണിത്. 2026 എന്ന് പറയുന്നത് നിർണായകമാണ്. കേരള രാഷ്ട്രീയത്തിൽ പലരുടെയും ഭാവി തീർച്ചപ്പെടുത്തുന്നതാണ്. ഏതൊക്കെ ഘടകകക്ഷികൾ, പാർട്ടികൾ ഏതെല്ലാം മുന്നണിയിൽ ഉണ്ടാകും, ഇല്ലാതാകും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. UDF വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ചെറു ഘടകകക്ഷികൾക്കൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്ഥാനവും കിട്ടിയിരിക്കും. ഈ ഘടകകക്ഷികൾക്കൊക്കെ തന്നെ ഒരു മന്ത്രിസ്ഥാനമെങ്കിലും തീർച്ചയായിട്ടും കൊടുക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അതല്ല, അതിൽ കൂടുതൽ നേട്ടം ഉണ്ടാകും. ജോസ് കെ മാണി ഇവിടെ കൃത്യമായ വിലപേശൽ നടത്തും. കാരണം മാണി വിഭാഗത്തെ എങ്ങനെയെങ്കിലും ഇപ്പുറത്ത് കൊണ്ടുവരണമെന്നുള്ളത് UDFിൻ്റെ മൊത്തത്തിലുള്ള നീക്കമാണ്. അപ്പോൾ എന്തായാലും ഘടകകക്ഷികളൊക്കെ തന്നെ കൂട്ടത്തോട് ഇറങ്ങുകയാണ്. കുഞ്ഞാലിക്കുട്ടിയെ അതിന് വേണ്ട തരത്തിലുള്ള തന്ത്രങ്ങളെല്ലാം മെനയുന്നുണ്ട്. UDF വിപുലീകരിക്കപ്പെടും.